വയനാട് മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന കേരളത്തിൻ്റെ മാത്രമല്ല കർണാടകയുടെയും പേടി സ്വപ്നമാണ്. കർണാടകയിലെ ബൈരക്കുപ്പ, മച്ചൂർ പ്രദേശങ്ങളിലെ ജനങ്ങളാണ് ഈ മോഴയാനയെ പേടിച്ചിപ്പോഴും കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയുടെ അടുത്ത ഭാഗങ്ങളിൽ ആനയെ കണ്ടു. കർണാടക വനംവകുപ്പും ആനയെ തുരത്താൻ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഈ റിപ്പോർട്ട് കാണൂ. ലിജിഷേട്ടാ, നമ്മളിപ്പോൾ വന്നിട്ടേ 10 ദിവസം കഴിഞ്ഞു. ഈ ബേലൂർ മഗ്ന കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും ഭീതി വിതയ്ക്കുന്നുണ്ട്. അവരുടെ ആദ്യം കൂടി നമുക്കൊന്ന് കാണണ്ടേ? ഈ കബനി കഴിഞ്ഞ കർണാടക എന്നാ പറയുന്നത്. പോയി നോക്കിയാലോ? അപ്പൊ പെരിക്കല്ലൂർ തോണിക്കടവെന്ന തോണി കാരണം ചേട്ടാ അപ്പുറത്തല്ലേ അല്ലേ? അപ്പുറത്താണുള്ളത്. അതിന് മയക്കുവെടി വെക്കാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടോ? മയക്കുവെടി വെക്കുന്നതാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്ന് പോയി നോക്കട്ടെ. അവരുടെ പോയി ലൊക്കേഷൻ കാണാന്. അതെ, നോക്കട്ടെ. ശരി. കബനി പുഴ കടന്നപ്പോൾ ബൈരക്കൂപ്പ. ഇവിടെ നല്ല ശല്യമായിരിക്കും ആനയെക്കൊണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. 4-5 മണിയായപ്പോഴത്തെ കയറി, 6 മണിയായപ്പോഴത്തെ ഇങ്ങോട്ട് കയറിയെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റുകാരും പോലീസൊക്കെ ഉണ്ടായിരുന്നല്ലേ ഫുൾ ടൈമും. ഇവിടെ അക്കരെയും കേരളത്തിലും കർണാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ചായ ഉണ്ടോ? എന്നാ ഒരു ചായ ഒരു കട്ടനും. കർണാടകയാണോ കേരളമാണോ? ഞാൻ കർണാടക ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. എങ്ങനെ ആനശല്യം ഉണ്ടോ? ആനശല്യം ഉണ്ട് ഇവിടെ. ഇപ്പോഴത്തെ ആനകൾ അങ്ങനെ അപകടകാരികളൊന്നുമില്ല. പിന്നെ വരും ആന രാത്രിയൊക്കെ ഇതിലൊക്കെ. ബേലൂർ മഗ്ന കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ എത്തിയെന്ന് പറയുന്നു. എത്തിയെന്ന് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ പറഞ്ഞു മച്ചൂരിൽ അങ്ങോട്ടൊക്കെ അക്കരൊക്കെ കടന്നു എന്ന് പറഞ്ഞു. ചേട്ടാ നിങ്ങൾ ആന ഇവിടേക്ക് എത്തിന്ന് കൊണ്ട് വന്നാ? ഇവിടെ ആന ഉണ്ടോ? ಆನೆದು ಭಾರಿ ಶಲ್ಯ ಇಲ್ಲಿ. ಈ ಮುಳ್ಳಂಗೊಲ್ಲಿ ಪಂಚಾಯತಿ, ತಿರುನಳ್ಳಿ ಪಂಚಾಯತಿ ವ್ಯಾಪ್ತಿ ಸಂಬಂಧಪಟ್ಟ ಫುಲ್ಲು ಫಾರೆಸ್ಟ್ ಆಗಿರೋದ್ರಿಂದ GPS ಅಳವಡಿಸೋದಕ್ಕೆ ಆನೆಗಿಲ್ಲದೆ ಬಾವಲಿನ ದಾಟದೆ. ಬಾವಲಿ ದಾಟ್ಬಿಟ್ಟು ಈಗ ಕೇರಳಕ್ಕೆ ಹೋಗಿತ್ತು ಅಂತ ಹೇಳಿದರು. ಕೇರಳದಿಂದ ಪುನಃ ಕರ್ನಾಟಕ ಬಂದಂಥ ಜನ ಈಗ ಪಬ್ಲಿಕರ್ಸ್ ಹೇಳ್ತಾರೆ. ನಾನು ನೋಡಿಲ್ಲ. ಆನೆದಂತಂದರೆ ಸುಮಾರು ಐತೆ. ಏನಕ್ಕಂತಂದರೆ ಇವಾಗ ಒಂದು 6 ಗಂಟೆ 7 ಗಂಟೆ ಆದಾಗೆಲ್ಲ ಆನೆ ಇಳಿಯೋ ಜಾಗನೇ. ಅದರಿಂದ ಯಾಕಂತಂದರೆ ಮೇಲ್ಗಡೆ ಕಾಡು ಇರೋದ್ರಿಂದ ಆನೆ ಬರ್ತಾನೆ ಇದೆ. ಅದಲ್ಲದೆ ಆನೆ ಮಾಡೋದ ಹತ್ರನೇ 2 ಹುಲಿಯನ್ನೇ ಕಂಡ್ವಿ. ചേച്ചി, ഞങ്ങൾ ഈ ബേലൂർ മഗ്നയെ കുറിച്ച് അറിയാൻ വന്നാ. നിങ്ങൾ ഇവിടെ തന്നെയാണോ? കർണാടകയിലാണോ? എത്ര കാലം ഇവിടെ താമസം? ഞങ്ങൾ അച്ഛനും അമ്മയും വലിയ അച്ഛനും ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ തന്നെ. ഇവിടെ ഈ ആന വരുന്നുണ്ടോ? പണ്ടൊക്കെ ആന ഇല്ല, ഇപ്പാണ് ഞങ്ങൾക്ക് ശല്യങ്ങൾ. അതുവരെ ഗാർഡ്മാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞില്ല ആന വന്ന്. എനിക്ക് പുറകിൽ കാണുന്നതാണ് കർണാടകത്തിലെ നാഗർഹോള വനമേഖല. ഞാനിപ്പോൾ നിൽക്കുന്ന ബൈരക്കുപ്പയിൽ നിന്ന് തൽക്കാലത്തേക്ക് മടങ്ങുകയാണ്. ലിജീഷിനും പ്രജിൽ സുരേഷിനുമൊപ്പം അരുൺ പാറയ്ക്കൽ, 24 വയനാട്. എന്തായാലും ബേലൂർ മഗ്ന കർണാടകത്തിനും കേരളത്തിനും ഒരുപോലെ തലവേദനയായിരിക്കുന്നു എന്ന് വേണം പറയാൻ.